ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മുടെ LP-UPയുടെ ഒരു വളരെ പ്രസക്തമായ ഒരു സെഗ്മെൻ്റാണ് സൈക്കോളജി എന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. ഏകദേശം 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സൈക്കോളജി. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ LP-UP പരീക്ഷയെ സംബന്ധിച്ച്. സൈക്കോളജിയൊക്കെ നമ്മൾ പലപ്പോഴും വളരെ രസകരമായിട്ട് പഠിച്ചു പോകുന്ന മേഖലകളാണ് അല്ലേ. അപ്പോൾ പണ്ടൊക്കെ സൈക്കോളജി എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഒരു റാങ്ക് മേക്കിംഗ് ലെവലിലൊക്കെ വന്നിരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ നമുക്കറിയാം എല്ലാവരും സൈക്കോളജി വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും ഒരു 15+ മാർക്സ് ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാൻ യാതൊരു പാടുമില്ല. അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന ഏതൊരാൾക്കും ഒരു 15 മാർക്കിൽ കൂടുതൽ വാങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്നാലും ഇത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന ഏരിയയിൽ നിന്നും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്കതിൽ നെഗറ്റീവ് മാർക്സ് വരാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ പല മേഖലയിലും പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ സ്വാംശീകരണവും സംസ്ഥാപനവും തമ്മിലുള്ള ആക്ച്വൽ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ആക്ച്വൽ വ്യത്യാസം എന്താണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമല്ലേ, ഇത് തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. കാരണം ഈ സ്വാംശീകരണം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പോയിന്റുകളുണ്ട്. ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനെ സംസ്ഥാപനം, അക്കോമഡേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ആരംഭിക്കാം. കുട്ടികളെ, നമ്മുടെ ഈ സ്വാംശീകരണം അല്ലെങ്കിൽ സംസ്ഥാപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുന്നേ സ്കീമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് പല സെഗ്മെന്റുകളിലും പഠിക്കുന്ന ഒരു മേഖല തന്നെയാണ് അല്ലെ, സ്കീമ. സ്കീമ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ പറയുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ആശയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിലെ ഇൻഫർമേഷൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മെന്റൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാനസിക ഘടനയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെല്ലാം കൂടെ ഒരു കൂട്ടമായി നിങ്ങളുടെ മനസ്സിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കൂട്ടത്തെ, ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കീമ. വിവരങ്ങൾ ക്രമീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക ഘടന അല്ലെങ്കിൽ ചട്ടക്കൂടിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. മെന്റൽ സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിംവർക്ക് എന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയ കുറച്ചും കൂടെ ക്ലിയർ ആകും. അപ്പോൾ ഇത്തരത്തിൽ ഒരു തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സ്കീമ എന്ന് പറയുന്നത്. സ്കീമ നമുക്ക് ബ്രെയിൻ വെട്ടിപ്പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അല്ലേ. നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സ്കീമ എന്ന് പറയുന്നത്. ഈ സ്കീമ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത് തന്നെ ആരാണ്? ജീൻ പിയാഷെ ആണ് അല്ലേ. ജീൻ പിയാഷയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജസിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ജീൻ പിയാഷെ. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ജീൻ പിയാഷെ ഇത്തരത്തിൽ സ്കീമ അല്ലെങ്കിൽ സ്കീമാറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചു. അറിവിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അറിവിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും സ്കീമ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ഈ സ്കീമ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോകത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നടക്കുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സോ ഏതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപീകരിച്ചു വെച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കീമ അല്ലെങ്കിൽ സ്കീമാറ്റ എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ സ്കീം എന്ന് വിളിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ വിളിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്വാംശീകരണവും സംസ്ഥാപനവും പഠിക്കുന്നതിന് മുൻപ് ഈ സ്കീമ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ.
ചിന്തയുടെയും പെരുമാറ്റത്തിന്റെയും ക്രമീകൃതമായ മാതൃകകളാണ് സ്കീമകൾ. ചലനാത്മകവും വഴക്കമുള്ളതുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിന്റ് ആണ്. സ്കീമയെ കുറിച്ച് നമ്മൾ പറയുന്നത് ചലനാത്മകവും വഴക്കമുള്ളതുമാണ്. ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. സുഹൃത്തുക്കളെ, സ്കീമ എന്ന് പറയുന്നത് ഡൈനാമിക്കും ഫ്ലെക്സിബിളുമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സ്കീമ ഉണ്ടാക്കിയാൽ അതിനെ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതരുത്. സ്കീമയെ നമുക്ക് ചേഞ്ച് ചെയ്യാം, സ്കീമയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, സ്കീമയെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അങ്ങനെ വളരെ വഴക്കവും ചലനാത്മകവുമായ ഫ്ലെക്സിബിളും ഡൈനാമിക്കുമായ ഒരു കോൺസെപ്റ്റാണ് ഈ സ്കീമ എന്ന് പറയുന്നത്. പുതിയ വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഓൾറെഡി ഒരു സ്കീമ അവിടെ ഉണ്ടാക്കി വെച്ചു, ഇനിയിപ്പോൾ നമുക്കതിനെ തൊടാൻ പറ്റില്ല എന്ന ഒരു രീതി നിങ്ങൾ വിചാരിക്കരുത്. ഇത് ചലനാത്മകമാണ്, ഇത് വഴക്കമുള്ളതാണ്. സോ ബേസിക്കലി ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചട്ടക്കൂടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കീമ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? സുഹൃത്തുക്കളെ, ഈ സ്കീമ എന്ന് പറയുന്നത് വ്യക്തിഗതവും നിർദ്ദിഷ്ടവുമാണ്. അതായത് ഇത് വളരെ സ്പെസിഫിക് ആണ്, വ്യക്തിഗതമാണ്. അതായത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? സബ്ജക്റ്റീവാണ്, നിർദ്ദിഷ്ടവുമാണ്, സ്പെസിഫിക്കുമാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഒരു ആശയത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള സ്കീമ ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലേ? ഇപ്പൊ ഒരു സർക്കാർ ജോലിയെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു സ്കീമയുണ്ട്, ആ സ്കീമ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടുള്ള ഒരു സ്കീമയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സർക്കാർ ജോലിയെക്കുറിച്ച്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സർക്കാർ ജോലിയെക്കുറിച്ചുള്ള ഒരു സ്കീമ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് വ്യക്തി വ്യത്യാസമുണ്ട്, ഇത് സബ്ജക്റ്റീവാണ്. ഓരോ വ്യക്തികളുടെ ഒരു ആശയത്തെക്കുറിച്ചുള്ള സ്കീമകൾ ഡിഫറൻ്റ് ആയിരിക്കും. അത് വളരെ സ്പെസിഫിക്കുമാണ്, അല്ലേ? ഓരോ കാര്യത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് നിർദ്ദിഷ്ടമായ കാര്യങ്ങളാണ് നമ്മൾ സ്കീമയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത്. ഒരേ വസ്തുവിന് രണ്ട് ആളുകൾക്ക് വ്യത്യസ്ത സ്കീമകൾ ഉണ്ടാകാം എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെമ്മറിയിൽ സൂക്ഷിക്കുന്നു, പ്രസക്തമായ ഉത്തേജനങ്ങൾ നേരിടുമ്പോൾ സജീവമാകുന്നു. സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു, കാരണം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഉത്തേജനം, സ്റ്റിമുലസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എടുത്ത് ഉപയോഗിക്കുന്നു. ഇപ്പൊ സർക്കാർ ജോലി എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആ സ്കീമയെ, സർക്കാർ ജോലിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചത്, അല്ലെ? അതൊരു ഉത്തേജനമായിരുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ എത്രയോ സ്കീമകളുണ്ട്. അത് ഓരോ സമയത്ത് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മളെ സ്കീമകളെ നമ്മൾ ലിങ്ക് ചെയ്താണ് പോകുന്നത്, അല്ലെ? വൈജ്ഞാനിക വികാസത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളാണ് സ്കീമ. അപ്പൊ നോയിക്കോണം, സ്കീമയെ കുറിച്ച് തന്നെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. വൈജ്ഞാനിക വികാസത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളാണ് സ്കീമകൾ. ചോദിക്കേ, അത്തരത്തിലും സ്കീമയെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മെയിൻ ബ്ലോക്കുകളായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ സ്കീമകളാണ്. അപ്പൊ സ്കീമയെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒറ്റ ഡെഫിനിഷനിൽ പഠിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷെ അതിന് ആക്ച്വലി അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇനി ഈ സ്കീമ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, അല്ല സുഹൃത്ത്. ഒബ്ജക്റ്റ് സ്കീമകളുണ്ട്. ഒബ്ജക്റ്റ് സ്കീമയുടെ തരങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്, കേട്ടോ. ഒബ്ജക്റ്റ് സ്കീമ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള സ്കീമയാണ് ഒബ്ജക്റ്റ് സ്കീമ. ഇപ്പോ ഒരു കാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? 4 വീലുള്ള, 4 ഡോറുള്ള, കുറച്ച് പേർക്ക്, ഒരു 5 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇതാണ് കാറിനെ കുറിച്ചുള്ള സ്കീമ. ഒരു പന്തെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? വിവിധ നിറത്തിൽ ഉരുണ്ടിരിക്കുന്ന എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലെ? ഒരു വസ്തുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ അതാണ് ഒബ്ജക്റ്റ് സ്കീമ. എന്നാൽ വ്യക്തികളെ കുറിച്ച് സ്കീമ ഉണ്ടാക്കാം, അല്ലെ? വ്യക്തി സ്കീമകൾ ഉണ്ടാകാം. അതായത് ആളുകളെ കുറിച്ചുള്ള, ആളുകളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള അറിവ്, ഇല്ലേ? ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ആ അധ്യാപകനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ സ്കീമകളാണ് വരുന്നത്? ആ നല്ല ക്ലാസ് എടുത്ത ഒരു അധ്യാപകനാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകനാണ്, നന്നായിട്ട് കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു അധ്യാപകനാണ്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്ന അധ്യാപകനാണ്, സൗഹൃദമുള്ള ഒരു അധ്യാപകനാണ്. വേറൊരു അധ്യാപകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ മോശം രീതിയിൽ പഠിപ്പിച്ച, കുട്ടികളെ ട്രീറ്റ് ചെയ്ത ഒരു അധ്യാപകനാണ്. അപ്പൊ വ്യക്തികളെ കുറിച്ച് നമ്മൾ സ്കീമ ഉണ്ടാക്കും. ഒബ്ജക്ട്സിനെ കുറിച്ച് മാത്രമല്ല, വ്യക്തികളെ കുറിച്ച് നമ്മൾ സ്കീമ ഉണ്ടാക്കും. മൂന്നാമത് സാമൂഹിക സ്കീമയാണ്. അതായത് സോഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചില സ്കീമകൾ ഉണ്ടാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലാസ് റൂം നിയമങ്ങൾ. ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു സ്കീമ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ.
ക്ലാസ് റൂമിൽ നമ്മൾ ഒരു ടൂർ പോകുന്ന രീതിയിലാണോ ക്ലാസ് റൂമിൽ നമ്മൾ ബിഹേവ് ചെയ്യുക? അല്ലല്ലോ. ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ഒരു സ്കീമയുണ്ട്. ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കീമയുണ്ട്, അല്ലേ? ഗ്രൂപ്പുകളിലെ നിയമങ്ങളും റോളുകളെയും കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കീമയുണ്ടാക്കാം, വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് സ്കീമയുണ്ടാക്കാം, സാമൂഹികമായിട്ട് നിങ്ങൾക്ക് സ്കീമയുണ്ടാക്കാം. ഇനി ഇവന്റ് സ്കീമകളുണ്ട്. അതായത് ഒരു സിറ്റുവേഷനിൽ ഒരു പ്രക്രിയ നടക്കാൻ പോവുകയാണ്, ആ പ്രക്രിയയെക്കുറിച്ച്, ആ ഇവന്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു സ്കീമയുണ്ടാകും. ഇതിനെ സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ഇവന്റ് സ്കീമ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു സ്കീമ നിങ്ങളുടെ മനസ്സിലില്ലേ? നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, അവിടെ ഒരു മെനു കാർഡ് എടുത്ത് നോക്കുന്നു, വെയിറ്റർ വരുന്നു, നിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു എനിക്ക് ഇന്ന ഇന്ന ആഹാരമാണ് വേണ്ടത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അവർ ഓക്കെ എന്ന് പറയുന്നു. അവർ നേരെ ചെന്ന് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നു, ഓർഡർ കൊടുക്കുന്നു, കുടിക്കാൻ വെള്ളം ആദ്യം കൊണ്ട് വെക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പ്ലേറ്റ് കൊണ്ടുവരുന്നു, അതിനുശേഷം ആഹാരം കൊണ്ടുവരുന്നു. ഇതല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇല്ലേ? ഈ എക്സ്പെക്ടേഷൻ, ഈ ഇൻഫർമേഷൻ ആണ് ആ ഇവന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്കീമ എന്ന് പറയുന്നത്, അല്ലേ? ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് കല്യാണത്തിലെ ചടങ്ങുകളെ കുറിച്ചുള്ള ഒരു സ്കീമ നമ്മുടെ മനസ്സിലുണ്ടാവും, അല്ലേ? ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്, ചടങ്ങിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ. ചിലപ്പോൾ ചടങ്ങിന് മുൻപ് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു റൗണ്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇവന്റുകളെ കുറിച്ചുള്ള സ്കീമകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പൊ ഇവന്റുകളിലെ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ ക്രമം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇനി ഇതല്ലാതെ തന്നെ സെൽഫ് സ്കീമ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, നമ്മളെ കുറിച്ചുള്ള സ്കീമ. ഇപ്പോൾ ഞാനൊരു കഠിനാധ്വാനിയാണ് എന്ന് വിചാരിക്കുന്നു, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളെക്കുറിച്ച്, ഒരു ധാരണ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പനാണ്, അല്ലെങ്കിൽ ഉഴപ്പിയാണ്, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തുടക്കം ഭയങ്കര ആവേശവും പിന്നീടാകുമ്പോഴത്തേക്കും എൻ്റെ ആവേശം ചോർന്നു പോകുന്ന തരത്തിലൊരാളാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. ഇതാണ് സെൽഫ് സ്കീമ, ഇതാണ് സെൽഫ് സ്കീമ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിൽ സ്കീമകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു, സ്കീമകൾ ചലനാത്മകവും വഴക്കമുള്ളതുമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ ഈ പറഞ്ഞ സ്കീമകളിലെല്ലാം മോഡിഫിക്കേഷൻസ് പോസിബിൾ ആണ്, പുതിയ സ്കീമകൾ നിർമ്മിക്കുന്നത് പോസിബിൾ ആണ്, ഈ സ്കീമകളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് പോസിബിൾ ആണ്. അപ്പൊ ഇതൊന്നും അതേപടി ഇരിക്കുന്ന ഒരു സംഗതിയല്ല. ഇപ്പൊ ഞാൻ വലിയ കഠിനാധ്വാനിയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു, എന്നാൽ ഒരു എക്സാം കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വിചാരിച്ച അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഈ സത്യം നമുക്കൊരു എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ച്വൽ സ്കീമയിലെ ഞാൻ കഠിനാധ്വാനി ആയിരുന്നു എന്ന ഒരു ഇൻഫർമേഷനെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഞാൻ വിചാരിച്ചത്ര കഠിനാധ്വാനി അല്ല എന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ സ്കീമകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ പുതിയ സ്കീമകൾ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. സ്കീമകളെ കുറിച്ച് ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയാണ് നമ്മുടെ ആക്ച്വൽ ആ രണ്ട് ടേംസിലേക്ക് നമ്മൾ കടക്കുന്നത്. സ്വാംശീകരണം, അസിമിലേഷൻ, സംസ്ഥാപനം, അക്കോമഡേഷൻ. എന്താണ് കുട്ടികളെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതിന് ഡെഫിനിഷൻസ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു എക്സാമിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആൾക്കാർ സ്വാംശീകരണത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചപ്പോൾ സംസ്ഥാപനം എഴുതി വെച്ച രീതിയിലുണ്ട്. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ, പുതിയ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ ആ ഇൻഫർമേഷനെ നിലവിലെ സ്കീമയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് സ്വാംശീകരണം. ഓക്കെ, പുതിയ ഒരു ഇൻഫർമേഷനെ കിട്ടുമ്പോൾ അത് നമ്മുടെ നിലവിലെ സ്കീമയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഇത് ഒന്നാമത്തെ ഡെഫിനിഷനാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ, പുതിയ അറിവിനെ നിലവിലെ സ്കീമ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രക്രിയയാണ് അസിമിലേഷൻ. അതായത് ഇന്റർപ്രറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് സ്കീമ. കുട്ടികളെ, അസിമിലേഷന് സ്വാംശീകരണത്തിന് രണ്ട് ഡെഫിനിഷൻ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഒന്ന്, നിലവിലെ സ്കീമയുടെ ഉള്ളിലേക്ക് പുതിയ അറിവിനെ കൊണ്ടുവരുന്ന പ്രക്രിയ. രണ്ട്, പുതിയ അറിവിനെ നിലവിലെ സ്കീമ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രക്രിയ. രണ്ടും ഒന്ന് തന്നെ, രണ്ട് ആംഗിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? സോ നിലവിലെ സ്കീമയിൽ പുതിയ വിവരങ്ങൾ ഘടിപ്പിക്കുന്ന രീതിയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഇനി എങ്ങനെയാണ് ഈ സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്?
സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുതിയ വിവരങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിലവിലെ സ്കീമ പരിഷ്കരിക്കുകയാണ് എങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ, മോഡിഫൈ ചെയ്യുകയാണ് എങ്കിൽ, പുതിയ സ്കീമ ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അസിമുലേഷൻ എന്ന് പറയുമ്പോൾ പുതിയ ഇൻഫർമേഷനെ ഉള്ളിൽ കൊണ്ടുവരുന്നു എന്നേ പറയുന്നുള്ളൂ. അവിടെ നിലവിലെ സ്കീമയെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എവിടെയാ നമുക്ക് സംശയം വരുന്നത്? പുതിയ ഒരാളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനല്ലേ നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, കാരണം അതിനല്ലേ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതല്ല അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന ഉത്തരം വരണമെങ്കിൽ നിലവിലെ സ്കീമ വലുതാക്കണമെന്നോ മോഡിഫൈ ചെയ്യണമെന്നോ തിരുത്തണമെന്നോ പുതിയ സ്കീമ ഉണ്ടാക്കണമെന്നോ ഇതിൽ ഏതെങ്കിലും ഒരു കീ വേർഡ് അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അത് അക്കോമഡേഷൻ ആകുന്നുള്ളൂ. അല്ലാതെ പുതിയ ഇൻഫർമേഷനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും അക്കോമഡേഷൻ അല്ല, അത് സ്വാംശീകരണമാണ്, അസിമിലേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കാർ എന്ന് പറയുന്ന ഒരു വാഹനം. അപ്പൊ കാറുകളെ കുറിച്ച് നിലവിൽ ഒരു സ്കീമ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങളൊരു പുതിയ കളറിൽ ഒരു കാറ് കാണുന്നു അല്ലെ? ഒരു പുതിയ കളറിൽ ഒരു കാറ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ കാറെന്ന് പറയുന്ന സ്കീമ ഉപയോഗിച്ച് നിങ്ങൾ ഈ വസ്തുവിനെ നോക്കുകയും ഇതൊരു കാറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം പഴയ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കാറിലുണ്ട് അല്ലേ? അപ്പൊ ഇതൊരു കാറാണ് എന്ന് നിങ്ങളുടെ പഴയ സ്കീമ ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇതിനെയാണ് അസിമുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ ആലോചിക്കുക, കാറെന്ന് പറയുന്നത് വെറും 5 പേർക്ക് യാത്ര ചെയ്യാമെന്നായിരുന്നു പണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാറുകളിൽ 7 പേർക്ക് വരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന, സഞ്ചരിക്കാൻ സാധിക്കുന്ന കാറുകൾ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലും കാറുകൾ ഉണ്ട് എന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ സ്കീമയിൽ കൊണ്ടുവന്ന് ഈ 5 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്ത് 7 പേർക്ക് വരെ ഇരിക്കാം എന്ന തരത്തിൽ പഴയ സ്കീമയെ നിങ്ങൾ മോഡിഫൈ ചെയ്താൽ ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ. സോ ദർ ഷുഡ് ബി എ മോഡിഫിക്കേഷൻ ഇൻ യുവർ സ്കീമ. ഇനിയിപ്പോൾ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്കീമയാണെങ്കിലോ പുതിയ ഒരു സ്കീമ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനത്തിന്റെ പരിധിയിലാണ് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുന്നു? ഈ ഒരു ചെറിയ വ്യത്യാസം പലരും ശ്രദ്ധിക്കാറില്ല. പലരും ആ വാക്ക് നോക്കാതെ ആക്ച്വൽ ഡെഫിനിഷൻ മാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള വാക്കുകൾ മാത്രം നോക്കി ഉത്തരം എഴുതാൻ സാധ്യതയുണ്ട്. അത് തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമല്ലേ ഫ്രണ്ട്സ്? സ്വാംശീകരണം അസിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാപനം അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്കീമ എന്ന് പറയുന്നത് എന്താണ്? വിവിധ തരം സ്കീമകൾ എന്താണ്? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ ജീൻ പിയാഷെയുടെ ഒരു പ്രസക്തമായ ഒരു ഏരിയയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ LPUP ബാച്ച് ഓഗസ്റ്റ് 14 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ ഈ LPUP ബാച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ടെലഗ്രാം ചാനലിൽ കയറി ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സൈക്കോളജി സെഷൻ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മറ്റ് സെഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.